അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്, മറ്റൊരാളെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ജാനകി എന്നുള്ള പേര് ഏത് മതത്തിന്റെ പേരില്ല? ഗീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, നിങ്ങൾ വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നതാണോ? ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുക, അതിന് സംസ്കാരമാണത്. ബാലകൃഷ്ണ ബാലകൃഷ്ണാണ് നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ഭയങ്കര റിസേർവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്, അതല്ലെങ്കിൽ അധികം സംസാരം ഇല്ല. അവർ കുറച്ചും കൂടി ക്യാരക്ടറായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ നോക്കും, കൂടുതൽ സംസാരങ്ങളിലേക്ക് വരില്ല. പക്ഷെ ബലവ് സാറ് ഈ പറഞ്ഞ പോലെ ഷോട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും. അച്ഛൻ്റെ കാലം മുതലുള്ള കഥകൾ പറയും, അച്ഛൻ്റെ മുതൽ പുള്ളിയുടെ മകൻ്റെ കഥകൾ വരെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Your name in Telugu is Junior Balakrishna. You know that? For the energy you have. പക്ഷെ ചാക്കു ഗാരു എന്നാണ് വിളിക്കുക എല്ലാവരും, ചാക്കു ഗാരു. എന്നാ പറയാം, ഇപ്പൊ നടപ്പിലാകത്തില്ല, ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവിടെ എന്ത് ആവാം എന്നൊരു രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. കലാകാരനായിട്ടും അതിൽ ഇങ്ങനെ ലോക്കായിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എപ്പോഴാണ് ഫീൽ, എന്താണ് ഫീൽ? എന്തിന്റെ കാര്യം? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ജാനകി എന്ന പേര് കാരണം സിനിമ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, സെൻസർ ബോർഡ് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിപ്പോ അവരോടല്ലേ, സെൻസർ ബോർഡിനോടല്ലേ ചോദിക്കേണ്ടത്? അതെ, അപ്പൊ ഞാൻ എനിക്കത് ഇപ്പം ഒരു സിനിമ എന്ത് കാണണം എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ പേരല്ലല്ലോ. ഒരു തിയേറ്റർ അല്ലെങ്കിൽ OTT പോലത്തെ പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാവരും എല്ലാ പല സിനിമകളും കാണുന്നതാണ്. അപ്പോൾ ഒരു പേരിന്റെ പേരിൽ, ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് ഈ സിനിമ വെളിയിൽ വിടരുത്, അല്ലെങ്കിൽ ജാനകി എന്നുള്ള പേര് ഏത് മതത്തിന്റെ പേരില്ല? സീതയുടെ പേരിലാണ്. അതാരാ പറഞ്ഞു? അത് ഒരു സംസ്കാരമല്ലേ, ഒരു നാടിലത്തെ ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ലേ അത്? ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടറല്ലേ, അല്ലെങ്കിൽ ഒരു വൈഫ് ഓഫ് രാമ. ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുക, അതിന് സംസ്കാരമാണത് ആക്ച്വലി. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ ജാതി മത വാക്ക് നിറ വ്യത്യാസമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ. അപ്പൊ അതിന് പോലും ഇങ്ങനെ ഒരു വിലക്ക് വരുമ്പോ ഞാനിവിടെ പറഞ്ഞത് കൊണ്ടും അവര് സെൻസർ തരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. നിങ്ങൾ വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ എനിക്ക് ഇതിൽ വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലാണെങ്കിൽ പോലും മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ മാറ്റേണ്ട സമയവും അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്, മറ്റൊരാളെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെയും മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലേ? നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം എന്ന്. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതൊക്കെ ഉണ്ടാക്കാതിരിക്കുകയല്ലേ വേണ്ടത് ആക്ച്വലി. അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം. നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരും തലമുറയ്ക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാകും ഇങ്ങനത്തെ സംസാരങ്ങൾ. ഹലോ, ഓക്കെ, ഓക്കെ, താങ്ക് യു. ഹലോ, പടത്തിനെ കുറിച്ച് പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ലോ പേസിൽ പോയി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ്.